ഹലോ എവരിവോൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഈദ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ രാത്രി തന്നെ മെഹന്തിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ബോറടിച്ചിരുന്നപ്പോൾ ഒരു പാട്ടുകൂടെ കേട്ടിടാമെന്ന് വിചാരിച്ച് ഒത്തിരി ലേറ്റായിട്ടാണ് മെഹന്തി ഇട്ടത്. അങ്ങനെ മെഹന്തിയൊക്കെ ഇട്ട് കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴാണ് ഞാനത് കഴുകിക്കളയുന്നത്. അപ്പം രാവിലെ എണീറ്റപ്പോൾ ഞാൻ നോക്കിയപ്പം ഇത്രയും ചുമക്കും എന്ന് വിചാരിക്കില്ല. അപ്പം നല്ല കളറുണ്ടായിരുന്നു, നല്ല സ്റ്റെയിൻ കിട്ടി. ഞാൻ കുറച്ച് വിക്സും കൂടെ തേച്ചിട്ടുണ്ടായിരുന്നു. രാത്രി കിടന്നുറങ്ങിയപ്പം ഇതിങ്ങനെ ഇളകി പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഇളക്കി തറയിലാണ് ഇട്ടത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ തൂത്ത് കളഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ തറയിലിട്ട് എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വിക്സും കൂടെ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് വിക്സ് തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റെയിൻ ആവുമെന്നൊക്കെ. അങ്ങനെ ഞാൻ പിന്നെ ഇളക്കി തറയിലിട്ടതെല്ലാം തൂത്ത് കളയുവാണ്. ഇങ്ങനെ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ റൂമിൽ വെച്ചിരിക്കുന്ന മണി പ്ലാന്റിൽ വെള്ളം ഇല്ലയെന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ അതിനകത്തെ കുറച്ച് ലീവ്സൊക്കെ കട്ട് ചെയ്ത് കളയാനുണ്ട്. അത് കട്ട് ചെയ്ത് കളഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് ഇടിയപ്പവും ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പം ഇടിയപ്പവും ബീഫ് കറിയൊക്കെ കഴിച്ച് പിന്നെ നമ്മളിനി ബിരിയാണിയുടെ പ്രിപ്പറേഷനിലേക്ക് നേരെ പോവുകയാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിലിടാൻ വേണ്ടിയിട്ട് ഒനിയനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അത് ഫ്രൈ ചെയ്ത് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മളൊരു സൈഡിൽ മല്ലിയില വെള്ളം വാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ നമ്മളിവിടെ ബീഫൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും എനിക്ക് കാല് നല്ലതായിട്ട് വേദന എടുക്കുന്നു. അപ്പം ഞാൻ വീട്ടിൽ കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ബിരിയാണി ദമ്മിടാനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്തിരുന്ന സാധനം നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആമസോണിൽ നിന്നൊരു ട്രോളി ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളതിങ്ങനെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഓപ്പൺ ചെയ്യാനായിട്ട്. അങ്ങനെ ഇതാ നമുക്ക് നമ്മളെ പെട്ടിയൊക്കെ ഓപ്പൺ ചെയ്ത്. അപ്പോൾ ഒരു ബ്ലൂ കളറ് ബാഗാണ് കേട്ടോ. ബ്ലൂ കളർ ബാഗാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാഗ് തന്നെയായിരുന്നു. പിന്നെ വെയിറ്റ് നോക്കുകയാണെങ്കിലും വലിയ വെയിറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഈ ബാഗ് എന്ന് പറയുന്നത് അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ സബ് ബ്രാൻഡായിട്ടുള്ള കമിലിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബാഗാണ് കേട്ടോ. അപ്പം ക്വാളിറ്റീസ് നോക്കുകയാണെങ്കിൽ സംഭവം അടിപൊളിയായിരുന്നു. അപ്പം ഇനി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പം അതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അതിൻ്റെ ലോക്കും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണ്. പിന്നെ നമ്മൾ ഇനി ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പം ഇതേപോലെ നമുക്ക് അകത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ഡ്രസ്സോ കാര്യങ്ങളും ഒക്കെ വെക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ഒരു സിബൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം അവിടെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെക്കാൻ പറ്റും. അപ്പം അത്യാവശ്യം പുറത്തൊക്കെ പോകുന്നവർ നല്ലൊരു ബാഗ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലതായിരിക്കും കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബാഗ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ ക്ലോസ് ചെയ്ത് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈമായി. അങ്ങനെ നമ്മളിതാ ബിരിയാണിയൊക്കെ കഴിച്ച്. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. സാധാരണ നമ്മളങ്ങനെ ഒരുപാട് കഴിക്കാറില്ല. അപ്പോൾ ഈ വട്ടം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് കഴിച്ച്. പിന്നെ നമ്മൾ വല്യമ്മയുടെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴാണ് പോയത്. അങ്ങനെ അവിടെ പോയിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് അങ്ങനെ നമ്മളെല്ലാവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കിന് അത്തായിക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൽ എന്തോ വീണു. പക്ഷെ ഒന്നും കാണാനും പറ്റുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കിനെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ബ്രദർ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഫോർമൽ ഷർട്ടും പാൻറ്റും ഒക്കെ വാങ്ങാനായിട്ട്. അങ്ങനെ വന്നപ്പം നമ്മളിങ്ങനെ കാണിക്കുകയാണ് കളറും കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു.
അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു വൈറ്റും ബ്ലൂവും കൂടെ വരുന്ന ആ സ്ട്രൈപ്പ് വരുന്ന ഷർട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മറ്റേതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണല്ലോ. പക്ഷേ ഇത് കുറച്ച് വെറൈറ്റി അല്ല, ഈ ടൈപ്പ് ഒരുപാടുണ്ട്. എന്നാലും എന്താ പറയുക, എനിക്കത് ഇഷ്ടപ്പെട്ട്. ആ രണ്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പാൻറ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു നമ്മൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ടീൽ ബ്ലൂ കളറാണ്. പിന്നെ നെക്സ്റ്റ് ഒരു പേർപ്പിൾ പോണക്കത്തെ ഒരു കളറാണ്. പിന്നെ മറ്റേത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വൈറ്റും ഒരു സ്കൈ ബ്ലൂ കളറൂടെ വരുന്ന. പിന്നെ 2 പാൻറ്റ്സ്, ഒരു ബീച്ച് കളർ പോണക്കത്തെയും പിന്നെ ഒരു ബ്ലാക്ക് പാൻറ്റും. അപ്പോൾ അത്രയ്ക്കുള്ള നമ്മുടെ ഈദിൻ്റെ പരിപാടികളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു അവിടെ പരിപാടികൾ, ഇതെങ്ങനെ ഉണ്ടായിരുന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.